ആണ് ലണ്ടൻ. ഇതേ അപ്പുറത്ത്, ഇതേ ഇപ്പുറത്താണ് പാരീസ്. പാരീസ് ടവർ, പാരീഷ്യൻ ടൈപ്പ് ഒരു ടവർ കേട്ടോ. അവിടെ മറ്റേ സ്വിമ്മിങ് പൂളുണ്ട്. സ്വിമ്മിങ് പൂളല്ല, നമ്മുടെ മറ്റേ ലേസി വാട്ടർ ടൈപ്പ്, അല്ലെങ്കിൽ പിന്നെ വാട്ടർ ആക്ടിവിറ്റി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതൊക്കെ പാരീസിലാണ്. ഇതാ പാരീസിൻ്റെ സംഭവങ്ങൾ, മക്കാവുവിലുള്ള പാരീസ്. ഇനി നമുക്ക് ലണ്ടനിലേക്ക് പോകാം. ഇതേ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത ലണ്ടനെത്തി. ഇതേ അവിടെ ലണ്ടൻ ടവറൊക്കെ കണ്ടോ? മറ്റേ സംഭവങ്ങളൊക്കെ പൊളിയാ. അപ്പോൾ നമ്മളിരിക്കുന്ന സ്റ്റുഡിയോ സിറ്റിയിലാണ്. മക്കാവുവിലെ കൊട്ടായി സ്ട്രിപ്പിലുള്ള ഒരു ഹോട്ടൽ കസിനോ റിസോർട്ടാണ് സ്റ്റുഡിയോ സിറ്റി. ഹോളിവുഡ് സ്റ്റുഡിയോ തീം വിനോദ റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ടെലിവിഷൻ, ഫിലിം നിർമ്മാണ സൗകര്യങ്ങൾ, റീറ്റെയിൽ, ഗെയിമിംഗ്, ഹോട്ടലുകൾ എന്നിവ സംയോജിപ്പിച്ച ഏഷ്യയിലെ ആദ്യത്തെയാണ് ഇത്. മെൽക്കോ റിസോർട്ട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റും അതിൻ്റെ അനുബന്ധ സ്ഥാപനമായ സ്റ്റുഡിയോ സിറ്റി ഇൻ്റർനാഷണൽ ഹോൾഡിംഗ്സ് ലിമിറ്റഡും, അതായത് SCIHL, ഇതിൻ്റെ ഭൂരിഭാഗം ഉടമസ്ഥയിലാണ് ഇവരുടെ. ലോകത്തിലെ ആദ്യത്തെയും ഏറ്റവും ഉയർന്നതുമായ ഫിഗർ 8 ഫെറീസ് വീൽ അതിൻ്റെ 2 ടവറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്റ്റുഡിയോ സിറ്റിയുടെ ചരിത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ, US നിക്ഷേപക സ്ഥാപനങ്ങളായ സിൽവർ പോയിൻ്റ് ക്യാപിറ്റൽ LP, ഓക്ട്രീ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് LLC എന്നിവ ചേർന്ന് കസിനോ ഇല്ലാതെയാണ് ഈ പദ്ധതി ആദ്യം വികസിപ്പിച്ചെടുത്തത്. ന്യൂ കൊട്ടായ് ഹോൾഡിംഗ് എന്ന സംയുക്ത ഉപസ്ഥാപനത്തിലൂടെയും ഹോങ്കോങ് വിനോദ കമ്പനിയായ ഇസൺ ഹോൾഡിംഗ് ലിമിറ്റഡ് വഴിയും 40% പലിശയോടെ 2021 ജൂണിൽ മെൽക്കോ ക്രൗൺ എൻ്റർടൈൻമെൻറ്റ് ഇസണിൻ്റെ 60% നിയന്ത്രണ ഓഹരി ഏറ്റെടുത്തു. മക്കാവു സ്റ്റുഡിയോ സിറ്റിയുടെ റീറ്റെയിൽസ് ഘടകമായ ദി മാൾ അറ്റ് സ്റ്റുഡിയോ സിറ്റിയിൽ 25% ഓഹരി സ്വന്തമാക്കിയ ടൗബാൻ സെൻറ്ററുകളും ആദ്യകാല നിക്ഷേപകരായിരുന്നു. പിന്നീട് 2009 ഓഗസ്റ്റ് 11 മറ്റു ധനസഹായ കാലയളവിലെ 18 മാസത്തെ വ്യവസ്ഥ അവസാനിപ്പിച്ചപ്പോൾ $65 മില്യൺ പിൻവലിക്കാനുള്ള ഓപ്ഷൻ ഉപയോഗിച്ചു. ഹോളിവുഡിൻ്റെ സുവർണ കാലഘട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സിനിമാറ്റിക് പ്രമേയമുള്ള റിസോർട്ടിൽ ടൈം വാർണർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അനുബന്ധമായ സ്ഥാപനങ്ങളായ വാർണർ ബ്രദേഴ്സ്, DC കോമിക്സ് എന്നിവയുമായി സഹകരിച്ച് 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ ഉൾപ്പെടുത്തുന്നു. സൂപ്പർമാൻ, വണ്ടർ വുമൺ, ദി ഫ്ലാഷ് തുടങ്ങിയ DC കോമിക്സ് കഥാപാത്രങ്ങളെ വിനോദ കേന്ദ്രത്തിൽ അവതരിപ്പിക്കുന്നു. റിസോർട്ട് 2 ടവറുകളായിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതായത് സ്റ്റാർ ടവറും സെലിബ്രിറ്റി ടവറും. ഞങ്ങൾക്ക് കിട്ടിയത് സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു, സെലിബ്രിറ്റി ടവർ. ലോകത്തിലെ ആദ്യത്തെയും ഏറ്റവും ഉയരമുള്ളതുമായ ഫിഗർ 8 ഫെറീസ് വീലായ ഗോൾഡൻ റീൽ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഗോൾഡൻ റീലിൽ കയറണം പറഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടാതെയോ സാഹചര്യത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് അതിൽ പോയില്ല കേട്ടോ. ഹോട്ടലിൻ്റെ 23-ാം നിലയിലെ ബോർഡിംഗ് വീലിൽ 10 യാത്രക്കാർക്ക് വരെ സൗകര്യമുള്ള 17 സ്റ്റിയറിംഗ് തീം ക്യാബിനുകൾ ഉണ്ട്. ആ ക്യാബിനിൽ നമ്മൾ പോയി നോക്കിയായിരുന്നു, പക്ഷേ അതിൽ കയറിയില്ല കേട്ടോ. ഇവ ഗോൾഡാർഡ് ഗ്രൂപ്പ് രൂപകൽപ്പന ചെയ്തതും ലീചെൻഡിൻ്റെ ഇൻറ്റിമേറ്റ് അമ്യൂസ്മെൻറ്റ് റൈഡ്സ് നിർമ്മിച്ച ഹാർഡ്വെയറും ഉള്ളതുമാണ്. ബാറ്റ്മാൻ ഡാർക്ക് ഫ്ലൈറ്റ് ഒരു 40 ഫൈറ്റ് സിമുലേഷൻ തിയേറ്റർ ആകർഷകമാണ് ഇവിടെ. 40,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കുട്ടികളുടെ കളിസ്ഥലമായ വാർണർ ബ്രദേഴ്സ് ഫൺ സോൺ എന്നിവയും ഇവിടെ ഉണ്ട്. ലെജൻഡ് ഹീറോസ് പാർക്ക് ഒരു ഇമേഴ്സീവ് ടെക് അധിഷ്ഠിതമായ വിനോദ പാർക്ക്, അതായത് TBE
5000 സീറ്റുകളുള്ള ഒരു ലൈവ് പെർഫോമൻസ് അരീന 2021 മെയ് മാസത്തിൽ തുറന്ന ഈ ഇൻഡോർ ഔട്ട്ഡോർ വാട്ടർ പാർക്ക്, എന്താ പറയുക, ഇൻഡോർ ഔട്ട്ഡോർ നീന്തൽ കുളങ്ങൾ, ഒരു ഫിറ്റ്നസ് സെൻറ്റർ, മീറ്റിംഗ് റൂമുകൾ എന്നിവ സൗകര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് ആണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹോർബ്സ് ട്രാവൽ ഗൈഡ് സ്റ്റാർ ഈ ടവറിനെ 5 സ്റ്റാറായിട്ട് റേറ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി അവാർഡ് നേടിയ റെസ്റ്റോറൻറ്റുകൾ, സെൽസ സ്വാ, പച്ച മക്കാവു നൈറ്റ് ക്ലബ്ബ്, കൂടാതെ 1233 ഗെയിമിംഗ് മെഷീനുകൾ, ഏകദേശം 250 ഗെയിമിംഗ് ടേബിളുകൾ എന്നിവ ഇവിടെയുണ്ട്. സ്റ്റുഡിയോ സിറ്റി അതായത് ഇവൻറ്റ് സെൻറ്ററുകളും കച്ചേരിയും കായിക പരിപാടികളും എല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. നമ്മളവിടെ ഒരു ദിവസമാണ് താമസിച്ചത്. എൻജോയ് ചെയ്തു. അതിലെ ഡാൻസെല്ലാം കണ്ടു. നല്ലൊരു ഹോട്ടൽ അനുഭവം. മക്കാവുവിലെ ഡേ 1 സ്റ്റുഡിയോ സിറ്റിയിൽ നിന്നായിരുന്നു. അതിൻ്റെ പരിസരത്താണ് ഈ പാരീസ് ടവർ, എന്താ പറയുക, ലണ്ടൻ ടവർ, വെനീസുല എല്ലാം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പം നമുക്ക് സ്റ്റുഡിയോ സിറ്റിൻ്റെ അകത്തുകൂടെ ഒന്ന് നടന്നു നോക്കാം.
I got the cash in the bag, stadium packed. Born a rock star in this life, gon' live it up on the attack. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, doing no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. I just wanna stay bad, stay mad. Chip on my shoulder cause they treat me like an outcast. I ain't gonna take that, stay back. I'll be swinging hard till the hits come in all caps. I ain't gonna lay back, pray that someone's gonna help me. Ain't nobody like that. I ain't gonna wait, that's all fact. Give me one shot and I'll never get the throne back. I'm sick of being cautious, I'ma go cause something, can't stop this. I'ma steal everybody's lane, call it shoplift. Sick of hearing everyone complain when they thoughtless. Taste the pain, it's like candy canes. It makes me go change into a better frame, into a better name. Society's insane, we all live for fame, yeah. Cash in the bag, stadium packed. Born a rock star in this life, gon' live it up on the attack. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, do it no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. I got the cash in the bag, stadium packed. Born a rock star in this life, gon' live it up. I'm crazy, I'm mad, do it no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. I got the cash in the bag, stadium packed. Born a rock star in this life, gon' live it up on the attack. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, do it no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. I got the cash in the bag, stadium packed. Born a rock star in this life. ചെറിയ റൂമാണെങ്കിലും അയ്യോ ഈഫിൽ ടവർ വാട്ടർ പാർക്ക് അതാ അത് നമ്മുടെയാ, നമുക്ക് പോകാൻ പറ്റില്ലേ ആദ്യ രാത്രി. പക്ഷേ നിങ്ങൾ ഈ ജനലിൽ കൂടെ കാണുന്ന കാഴ്ചകളൊന്ന് കാണണം മക്കളെ. ഇതാണ് കാഴ്ച. നമ്മുടെ ടവറില്ലേ, എന്താ പറയുക, ഈഫിൽ ടവർ, മിന്നിത്തിളങ്ങുന്ന ഈഫിൽ ടവർ. ഓഹ്, ആണ് ലണ്ടൻ. ഇതേ അപ്പുറത്ത്, ഇതേ ഇപ്പുറത്താണ് പാരീസ്. ഇത് പാരീസ് ടവർ, പാരീഷ്യൻ ടൈപ്പ് ഒരു ടവർ കേട്ടോ. അവിടെ മറ്റേ സ്വിമ്മിങ് പൂളുണ്ട്. സ്വിമ്മിങ് പൂളല്ല, നമ്മുടെ മറ്റേ ലേസി വാട്ടർ ടൈപ്പ്
അല്ലെങ്കിൽ പിന്നെ വാട്ടർ ആക്ടിവിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതൊക്കെ പാരീസിലാണ്. ഇതാ പാരീസിൻ്റെ സംഭവങ്ങൾ, മക്കാവുവിലുള്ള പാരീസ്. ഇനി നമുക്ക് ലണ്ടനിലേക്ക് പോകാം. ഇതേ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ ലണ്ടനെത്തി. ഇതേ അവിടെ ലണ്ടൻ ടവറൊക്കെ കണ്ടോ? അവിടെ സംഭവങ്ങളൊക്കെ പൊളിയാണ്. അപ്പോൾ നമ്മളിരിക്കുന്ന സ്റ്റുഡിയോ സിറ്റിയിലാണ്.